ഇതാണ് കായും കരളും റോസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നൊരു കായും ബീഫിൻ്റെ ലിവറും റോസ്റ്റാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഷുഗറിലേക്ക് ലിവർ ഒരു 1/4 കിലോ 250 ഗ്രാമോളം ലിവർ എടുത്തു. ഒരു 2 നേന്ത്രക്കായും ഇടുന്നു. തോലോട് കൂടിയിട്ടാണ്. റോസ്റ്റിൻ്റെ ആദ്യ പടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് സവോള, കുറച്ച് തക്കാളി, ഒരു സ്പൂൺ ഉപ്പ്, രണ്ട് സ്പൂൺ മുളക് പൊടി, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ ബീഫ് മസാല, ഒരു സ്പൂൺ നെയ്യ്, നെയ്യിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, പക്ഷേ നെയ്യാകുന്നതാണ് ടേസ്റ്റ് ഉണ്ടാകാൻ നല്ലത്. ഇത്രയും സാധനങ്ങളിലൊപ്പം ഒരു ഇതിൽ വേപ്പില കൂടി ഇടാം. ഒന്ന് മിക്സ് ചെയ്യുക. വലിയ ബലമൊന്നും പ്രയോഗിക്കണം, കാരണം ഇതിനകത്ത് ബീഫല്ല ലിവറാണ്. പെട്ടെന്ന് എന്താ പറയുക, പൊടിഞ്ഞു പോകുന്ന ഒരു സാധനമാണ്. അതേസമയം കായ കുറച്ച് റഫായിട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അധികം പിഴിയൊന്നും വേണ്ട, ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ. ലിവറിൽ നിന്ന് വെള്ളം ഇറങ്ങും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തക്കാളിയും കുറച്ച് ഇടുന്നതുകൊണ്ട് വെള്ളം ഉണ്ടാകും. പക്ഷേ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കാം. അധികം നമ്മൾ ഷോക്ക് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ഈ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ചട്ടിയിൽ വേവിച്ചാൽ തന്നെ നന്നായിട്ട് വേവിക്കും, പക്ഷേ ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രഷർ കുക്കറിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ സേഫ്റ്റിക്ക് വേണ്ടി നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കുന്നു. കാര്യമായിട്ടൊന്നും വെള്ളം ഉണ്ടാവില്ല അതിൽ, ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ഇനി നമുക്ക് കുക്കർ ഓൺ ചെയ്യാം.
കുക്കർ ആദ്യം അടച്ചു വെക്കാം. എന്നിട്ട് അടച്ച് ഒറ്റ വിസിൽ, ഒരു ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മതി. അപ്പോഴേക്കും കായും ഈ ലിവറും നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അതിനുശേഷം പ്രഷർ സെറ്റിലായതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ റോസ്റ്റ് ഉണ്ടാകാൻ പോവുകയാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 3 സ്പൂണ് എണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 സ്പൂണ് കടുക്, കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു 3 മുളക്, ഉണക്കമുളക് പകുതിയാക്കിയതും 1 തണ്ട് വേപ്പിലയും ഇടുക. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നീ സാധനങ്ങൾ മുറിച്ചതും ഇടുക. അതിനൊപ്പം ഒരു മീഡിയം സൈസ് കടല. ഇത്രയും സാധനങ്ങൾ ഇട്ട ശേഷം ഒന്ന് ഇളക്കാം. സവോള നന്നായി മൂത്ത് വരണം. ഒന്ന് ഇളക്കി ആ സവോളയൊക്കെ ഒന്ന് വിടർന്ന് വരുന്നു എന്നുള്ള പാകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂൺ ഉപ്പ്. സവോള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമ്മുടെ കറിയിലേക്കുള്ള ഉപ്പും ഇത് തന്നെയാണ്. 1 സ്പൂൺ ഉപ്പ് നമ്മൾ പ്രഷർ കുക്കറിൽ ചെയ്യുന്നതിനും ഇട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇനി വേറെ ഉപ്പ് ഇടേണ്ട ആവശ്യം മിക്കവാറും വരില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ. സവോള മൂത്ത് വരണം. സവോള മൂത്ത് വരാൻ വേണ്ടി ഉള്ളി ഒരു നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കായും ബീഫും ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഉണ്ടാവും, വളരെ കുറച്ച് തന്നെ വെള്ളം ഉണ്ടാവുള്ളൂ. ആ വെള്ളം കിടന്നിട്ട് നന്നായി ഇളക്കുക. ആ ഉള്ളിയൊക്കെ ഇതിലേക്ക് ഒന്ന് പൊടിക്കണം. ആ ലെവലിൽ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ക്യൂബായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കും. തക്കാളി വെന്തുടയൊന്നും വേണ്ട. ഒന്ന് ഇളക്കുക. ഉപ്പൊക്കെ നോക്കുക. ഒരു തരി ഉപ്പ് കൂട്ടാം. ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ഇടുന്നുണ്ട് കേട്ടോ.
ഓക്കെ, ഇനി അതൊന്ന് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് കഴിയും. ഒന്ന് സെറ്റായിട്ട് വന്നു. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് 2 പൊടികൾ കൂടി ഇടണം. ഒന്ന് 1 സ്പൂൺ ഗരം മസാല, മറ്റൊന്ന് 1 സ്പൂൺ കുരുമുളക് പൊടി, ഇത് 2 മുട്ടയ്ക്ക് ശേഷം ഒന്ന് ഇളക്കുക. ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, ഒരു ഇതള് വേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ഇടാം, വേപ്പിലേക്ക് വരും. ഞാനിവിടെ വേപ്പിലയാണെന്ന് മല്ലിയില എൻ്റെ കയ്യിലില്ല. ഇത്രയും കായും ലിവറും തമ്മിൽ കൂടിയിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം. ഇത്രയുമായി കഴിഞ്ഞാൽ വീണ്ടും അടച്ചു വയ്ക്കാം, തീ ഓഫ് ചെയ്യാം.